നികുതിയെ ആയുധമാക്കി ഇന്ത്യയോട് അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുകയും ആ രാജ്യത്തിന്റെ തലവൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ മറുപടി പറയാനോ വെല്ലുവിളിക്കാനോ യാചിക്കാനോ പഴയ കാലത്തെ പോലെ ഇമോഷണൽ ഡിപ്ലോമസി കളിക്കാനോ അല്ല ഇന്ത്യ നിന്നത്. അതിനപ്പുറം വലിയ വര വരച്ച് വെല്ലുവിളിച്ചവരെ അപ്രസക്തമാക്കുകയാണ് നമ്മൾ ചെയ്തത്. വാഷിംഗ്ടനെ സംബന്ധിച്ച് അവരെ എക്കാലവും അസ്വസ്ഥമാക്കുന്ന ഒരു മറുപടി ഒന്ന് ആലോചിച്ചു നോക്കിയേ. 8,000 കോടി ഡോളറിന്റെ അഥവാ 7 ലക്ഷം കോടി രൂപയുടെ ഷോക്കാണ് തീരുവ ശിക്ഷയിലൂടെ ഇന്ത്യൻ കയറ്റുമതിക്ക് വാഷിംഗ്ടൺ ഏൽപ്പിച്ചത്. ഭയക്കുമെന്നും അപേക്ഷിക്കുമെന്നും കരുതി അമേരിക്കയുടെ മാർക്കറ്റ് പ്രഷറിന് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ ഇന്ത്യക്ക് ഓൾട്ടർനേറ്റീവുകളില്ല എന്ന് അവർ കരുതി. പക്ഷേ ഒന്ന് അമേരിക്ക തെളിയിച്ചു: പുതിയ ഇന്ത്യയെ അളക്കാൻ തൽക്കാലം അവരുടെ കയ്യിലെ തുലാസ് പോരെന്ന്. ഇന്ത്യ കഴിഞ്ഞ 3-4 മാസം നിശബ്ദം ചെയ്തത് എന്താണെന്നോ? അമേരിക്കൻ മാർക്കറ്റിനോടുള്ള ഇമോഷണൽ ഡിപ്പെൻഡൻസി കുറച്ചു. യൂറോപ്യൻ യൂണിയനുമായി മരവിച്ചിരുന്ന കരാർ ചർച്ചകൾ നിശബ്ദം യുദ്ധവേഗത്തിലാക്കി. അമേരിക്കൻ സമ്മർദ്ദത്തിന്റെ ഭാരം പുറമേ കാണിക്കാതെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിൽ രാജ്യത്തിന് വേണ്ടതെല്ലാം എഴുതി ചേർത്തു. ഇത് അസാധാരണമാണ്. കാരണം ഇപ്പോഴത്തെ ലോകക്രമത്തിൽ അമേരിക്കയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ലോകരാജ്യങ്ങൾക്ക് ശ്രദ്ധാപൂർവം പഠിക്കാനുള്ള തുറന്ന പുസ്തകമായി ഇന്ത്യയുടെ താരിഫ് നയതന്ത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു.